ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിനിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM-ന്റെ പ്രമുഖ നേതാവുമായ എ പത്മകുമാറിനെതിരെ നിർണായകമായ കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. റിമാൻഡ് റിപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്നും കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയത് അതിനുശേഷമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാറിന്റെ മൊഴിയിൽ പരാമർശം ഉണ്ടെന്നത് കഥകൾ മാത്രമാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. കടകംപള്ളിയെ കുറിച്ചുള്ള ഒരു പരാമർശവും ഇല്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ റിമാൻഡ് റിപ്പോർട്ടിൽ. ഇത് വായിച്ചു നോക്കുമ്പോൾ കിങ് പിൻ എന്ന് പറയുന്നത് പത്മകുമാർ എന്ന് വെളിവാവുകയാണ്. ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നത് ശബരിമല ശ്രീകോവിലിലെ വാതിലിന്റെ കട്ടിളപ്പാളികളിലെ സ്വർണം എവിടെ പോയി എന്ന സംഭവത്തിലാണ്. കട്ടിളപ്പാളികളിലെ സ്വർണ്ണപ്പാളികൾ ഈ പോറ്റിക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടു എന്നുള്ള സംഭവത്തിലാണ്. ഇതിൽ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള ഒരു നിർണായകമായ ഉത്തരവ് വന്നത് 2019 മാർച്ച് 20-നാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് യോഗമാണ് ഈ തീരുമാനമെടുത്തത്. ആ യോഗത്തിന്റെ അജണ്ടയിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തു ഈ ചെമ്പ് പാളികൾ എന്ന്. ഇതാണല്ലോ ഇപ്പോൾ പത്മകുമാറിന് കുരുക്കായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തലിലേക്കാണ് SIT എത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യം ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴികൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെയും മുരാരി ബാബുവിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വാതിൽപ്പാലയിലെ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിനിടെയാണ് 2019 ഫെബ്രുവരിയിൽ തന്നെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വാതിൽപ്പാളി കൊടുത്തുവിടുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം പത്മകുമാർ തന്നെ ബോർഡ് യോഗത്തിൽ വെച്ചു. പക്ഷേ ബോർഡിലെ മറ്റംഗങ്ങൾ അതിനെ എതിർത്തു. അതിന് കൃത്യമായ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കാതെ അങ്ങനെ കൊടുത്തുവിടാനാവില്ല, കൈവശം കൊടുത്തുവിടാനാവില്ല എന്ന നിലപാടിലേക്ക് ബോർഡ് അംഗങ്ങൾ എത്തുകയായിരുന്നു. പക്ഷേ അദ്ദേഹം അത്തരത്തിൽ ബോർഡ് അംഗങ്ങളുടെ അനുമതിയോടെ ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പത്മകുമാർ പിന്നീടാണ് ഉദ്യോഗസ്ഥ സ്വാധീനത്തിലൂടെ ഉദ്യോഗസ്ഥ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഒക്കെ സ്വാധീനിക്കുന്നത്. അങ്ങനെയാണ് സ്വർണം പൂശിയ ചെമ്പ് എന്ന വാക്കിന് പകരം ചെമ്പെന്ന് മാത്രം മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അവിടെ നിന്ന് ഈ വാതിൽപ്പാളികളടക്കം കൊടുത്തുവിടുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഈ തട്ടിപ്പ് നടക്കുന്നതിനും ഒരുപാട് നാൾ മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം എ പത്മകുമാറും തമ്മിൽ പത്മകുമാറിന്റെ വസതിയിൽ വെച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത ഇനിയുള്ള ചോദ്യം ചെയ്യലിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മുൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന N വാസുവിന് വേണ്ടിയും അതോടൊപ്പം എ പത്മകുമാറിന് വേണ്ടിയും കസ്റ്റഡി അപേക്ഷ നൽകുക. ആ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യലിനായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ ദുരൂഹതകളും മറനീക്കുമെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. അതോടൊപ്പം ഇതേ രീതിയിൽ തന്നെയാണല്ലോ N വാസുവും ഇടപെട്ടിരിക്കുന്നത്. N വാസുവിനെതിരെ കഴിഞ്ഞ ദിവസം കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ബ്രാക്കറ്റിൽ സ്വർണം പൂശിയത് എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖപ്പെടുത്തിയിട്ടും വാസുവിന്റെ കയ്യിൽ അത് എത്തി പിന്നീട് അത് കത്ത് മുഖേന ദേവസ്വം സെക്രട്ടറിക്ക് നൽകുന്ന സമയത്ത് അതിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ള ഭാഗം ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രം രേഖപ്പെടുത്തി N വാസു എന്നുള്ളതായിരുന്നുവല്ലോ. അത് ഈ ദേവസ്വം ബോർഡ് യോഗത്തിന് മുൻപായിരുന്നു. മാർച്ച് മാസത്തിൽ തന്നെ 6-ാം തീയതിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കത്ത് N വാസു നൽകുന്നു. ഈ കത്ത് നേരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിലേക്ക് വരുന്നു. അവിടെ വെച്ച് ആ അജണ്ടയിൽ തന്നെ മാറ്റം വരുത്തി. ഈ അജണ്ടയിൽ ഈ സ്വർണം പൂശിയത് എന്ന് എഴുതാതെ കട്ടിളപ്പാളികളിലെ ചെമ്പുപാളികൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം സ്വർണം പൂശുന്നതിന് വേണ്ടി. അപ്പോൾ അതിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തി എ പത്മകുമാർ എന്നാണല്ലോ. പിന്നെ അതേ രീതിയിൽ തന്നെ ദേവസ്വം ബോർഡ് ഭരണസമിതി തീരുമാനമെടുക്കുകയും യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കുകയും ദേവസ്വം സെക്രട്ടറിക്ക് അതിൻ്റെ ഉത്തരവ് ഇറക്കാൻ പറയുകയും അങ്ങനെ ദേവസ്വം സെക്രട്ടറി ഉത്തരവ് ഇറക്കുകയും ചെയ്തു. അതിനു മുൻപ് തന്നെ എ പത്മകുമാറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്
ശബരിമല സന്നിധാനത്ത് നിന്ന് അമൂല്യമായ വസ്തുക്കൾ കൊണ്ടുപോകുവാനായിട്ട് ആദ്യ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തലിലേക്കും വന്നിട്ടുണ്ട് എന്നാണ് അറിവായിട്ടുള്ളത്. അതായത് കഥകിലാണ് തുടങ്ങിയത്, കഥകിൽ നിന്ന് കട്ടിളപ്പാളികളിലേക്ക് വരുന്നു, അവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ പക്ഷേ SITയുടെ കണ്ടെത്തൽ വന്നിട്ടുള്ളത് ഈ പറയുന്ന കട്ടിളപ്പാളികളുടെ കാര്യത്തിൽ മാത്രമാണ് അല്ലേ? റിമാൻഡ് റിപ്പോർട്ടിൽ അത് മാത്രമേ പറയുന്നുള്ളൂ. കേസും അതിലേക്കാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ കഥകിന്റെ കാര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കട്ടിളപ്പാളികളും കഴിഞ്ഞ് പിന്നീട് ദ്വാരപാലക ശില്പങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കണ്ണ് പോയി. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ സ്വർണ്ണപ്പാളികളും കിട്ടുന്നു. ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ അന്വേഷണം ആ രീതിയിലേക്കും പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഡാൻ. ഹൈക്കോടതി നേരത്തെ തന്നെ ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട്. നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് വാതിൽപ്പാളി, കട്ടിളപ്പാളി, സ്വർണ്ണപ്പാളി എന്ന് വിവക്ഷിച്ചുകൊണ്ട് ഏത് തരത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് സ്വർണം പതിച്ചിട്ടുള്ള എല്ലാ ചെമ്പിലും കണ്ണുവെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ് ഇതിന്റെ വസ്തുത. അതിൽ ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിൽപ്പാളിയിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ചെമ്പിൽ സ്വർണം പൂശിയ മറ്റെല്ലാ വസ്തുക്കളും ഈ തട്ടിപ്പിന്റെ ഭാഗമാക്കാനുള്ള ഒരു നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ 3 കാര്യങ്ങൾ മാത്രമാണ് തെളിവ് സഹിതം ഇപ്പോൾ റിവീലായിരിക്കുന്നത്. അതിൽ മാത്രമാണ് ചോദ്യം ചെയ്യലും ഏറെക്കുറെ മൊഴിയെടുക്കലുമൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്താണ് എന്ന ഒരു സുപ്രധാനമായ ചോദ്യമുണ്ട്. അവിടെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഉണ്ടായ നിരീക്ഷണം രാജ്യാന്തര കള്ളക്കടത്ത് സംഘങ്ങളോട് ഉപമിക്കാവുന്ന തരത്തിൽ കിടപിടിക്കാവുന്ന തരത്തിലുള്ളൊരു തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള പരാമർശം. അവിടെയാണ് ഈ 3 ദ്വാരപാലക ശില്പങ്ങളിലെയും വാതിൽപ്പാളിയിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണത്തിനപ്പുറത്തേക്ക് മറ്റ് ചില വലിയ ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ലക്ഷ്യം എന്താണ്? അതായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള അന്വേഷണത്തിലെ ചോദ്യം ചെയ്യലൊക്കെ നിർണായകമായി മാറാൻ പോകുന്നത്. അവിടെയാണ് ഈ സ്വർണം പൂശിയെ എല്ലാം ഇങ്ങനെ കൈക്കലാക്കുക എന്നൊരു ദുഷ്ടലാക്കൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെടൽ നടത്തിയതെന്നും അതിന് അവസരമൊരുക്കുകയായിരുന്നു, ഒത്താശ ചെയ്യുകയായിരുന്നു പത്മകുമാറും എന്നുള്ള നിഗമനത്തിലേക്ക് SIT തന്നെ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വിശദമായി വാസവനെയും അതോടൊപ്പം പത്മകുമാറിനെയും ഒരുമിച്ചെത്തി നടത്തുന്ന ചോദ്യം ചെയ്യലൂടെ കേസുമായി ബന്ധപ്പെട്ട ഈ ദുരൂഹതകളുടെ ചുരുളഴിയുമെന്ന വിലയിരുത്തലാണ് SIT. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഈ പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷം പത്മകുമാറിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. പത്മകുമാർ SITക്ക് കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്ന്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അത് ഇങ്ങനെ ഒരു കത്ത് ആദ്യം അവിടുത്തെ സ്വർണ്ണപ്പാളികൾ, അവിടുത്തെ ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിന് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിക്കാണ് കത്ത് നൽകിയത്. അത് അവിടെ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറുകയായിരുന്നു എന്ന രീതിയിലൊരു മൊഴി നൽകിയിട്ടുണ്ട് എന്ന രീതിയിൽ അഭ്യൂഹം വന്നിരുന്നു. അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പോൾ. അങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള പരാമർശങ്ങളില്ല. കടകംപള്ളിയെ ചോദ്യം ചെയ്യും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതൊക്കെ തെറ്റാണല്ലോ.